ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണ്. കൂന്തൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്യുക. ഒരു 600 ഗ്രാം കൂന്തലുണ്ടാവും. ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് മൺചട്ടി അല്ലെങ്കിൽ പ്രഷർ കുക്കർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റോളം വേവിക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി എടുക്കുക. ഞാനൊരു 10-28 ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. സവാളയെക്കാളും കൂടുതൽ നല്ലത് ചെറിയ ഉള്ളിയാണ്. സവാള കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറി ഒരു മധുരം ഉണ്ടാകും. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് പച്ചമുളകും ഇടാം. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റായിട്ടും ഇടാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഇടാം. എരിവ് പ്രശ്നമുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണം ഒന്ന് കുറച്ചേക്ക്. ഇവിടെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഇടുന്നത്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച കൂന്തൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂന്തലൊക്കെ ഇട്ട് അതിൽ വെന്ത വെള്ളം, അത് വേവിച്ച വെള്ളമുണ്ട്, അതും അതിലേക്ക് അല്പമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വേവിക്കാം. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ കൂന്തൽ റോസ്റ്റിൽ കുറച്ച് തേങ്ങ ഇടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇടാറുണ്ടോ? നിങ്ങളെങ്ങനെ ഇടരുതെന്ന് കമൻറ്റ് ചെയ്യണേ. അല്പം തേങ്ങ, ഒരുപാട് ഇട്ടാൽ മധുരിക്കും. അല്പം തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വേവിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ലാസ്റ്റ് ഞാൻ ഉപ്പ് നോക്കും, എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത്തിരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ അതിന് കണക്കായിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. വീണ്ടും കാണാം. See you.